പാലക്കാട് ചിറ്റൂരിലുള്ള ഷൺമുഖം ക്രോസ്വേയിൽ വച്ചാണ് അരുണിന്റെയും ശ്രീ ഗൗതത്തിന്റെയും ജീവൻ നഷ്ടമാകുന്നത്. ഇവർ കോയമ്പത്തൂരിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. 10 അംഗ സംഘം ഇന്ന് ഇവിടേക്ക് ചിറ്റൂരിലേക്ക് എത്തി. അവർ സ്വാഭാവികമായി ഒരു അവധി ദിവസം ആഘോഷിക്കാൻ എത്തിയതാണ്. അപ്പോഴാണ് അവർ ചിറ്റൂർ പുഴയിലുള്ള ഈ ക്രോസ്വേ കാണുന്നതും ഇവിടെ കുളിക്കാൻ തീരുമാനിച്ചതും. ഇതിൽ കുളിക്കുന്നതിനിടയിൽ ഈ ക്രോസ്വേയിൽ നിറച്ച് ഓവുകളുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, ശക്തമായ ഒഴുക്കുമുണ്ട്. മഴക്കാലമാകുമ്പോൾ ഈ സ്ഥലം കൂടുതൽ അപകടകരമാവുന്ന സ്ഥിതി വരും. അപ്പോൾ അവർ നീന്തുന്നതിനിടയിലാണ് നമുക്ക് ആ ചുഴി പോലെ കാണാൻ കഴിയുന്ന ആ ഭാഗത്തേക്ക് ഇരുവരും നീന്തി അടുക്കുന്നു. അതിനിടയിൽ അബദ്ധത്തിൽ അതിലേക്ക് നല്ല ശക്തമായ അടിയൊഴുക്ക്, അവിടേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന കണക്കെ, ഈ ചുഴിയിൽ പിടിച്ചു വലിക്കുന്ന കണക്കെ ഉണ്ടാകും. അങ്ങനെ പിടിച്ചു വലിക്കുന്നു. ഇവർക്ക് അവിടെ നില കിട്ടാത്ത സ്ഥിതി വരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ഇവർ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തി ആദ്യം തന്നെ ശ്രീ ഗൗതത്തെ പുറത്തെടുത്തു. അപ്പോൾ ശ്രീ ഗൗതത്തിന് ചെറിയ ജീവന്റെ മിടിപ്പുകൾ ഉണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അവിടെ വെച്ചും ഉള്ള ചികിത്സയ്ക്കിടെ മരിച്ചു. ജീവൻ രക്ഷിക്കാനായില്ല. അതിനുശേഷമാണ് പിന്നീട് അരുണിനെ കണ്ടെത്താനുള്ള ദൗത്യമായിരുന്നു. ആദ്യം ആ പ്രദേശത്ത് തന്നെ, ആ ഓവിന്റെ ഉള്ളിൽ തന്നെ തിരച്ചിൽ നടത്തി. അപ്പോഴൊന്നും തന്നെ അരുണിനെ അവിടെ ആദ്യം സ്കൂബ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് അവർ ഈ ക്രോസ്വേയുടെ തൊട്ടപ്പുറത്തുള്ള ഈ ഭാഗത്തേക്ക് നീങ്ങി. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഓവിലൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് എത്താനാണ് സാധ്യത. ഇതിനിടയിൽ ഒരു പ്രദേശവാസിയുടെ കാൽ അരുണിന്റെ ശരീരത്തിൽ തട്ടിയതുപോലെ അയാൾക്ക് തോന്നി. ആ തിരച്ചിൽ അയാൾ സഹായിക്കാനുണ്ടായിരുന്നു. ഈ 2-3 കമ്പി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, പാലത്തിൻ്റെ അടിയിൽ. ആ കമ്പി തങ്ങിയ മരിപ്പ് അങ്ങോട്ട് പോവില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ തങ്ങിക്കിടക്കും. അപ്പം ഞാൻ നോക്കിയ അതിൽ തപ്പിയ വെള്ളത്തിനുള്ളിൽ കൂടി ഇറങ്ങി തപ്പിയാലേ കിട്ടുള്ളൂ. ആ ഒരു ക്രോസ്വേയുടെ ഉള്ളിൽ ഈ കമ്പികൾക്കിടയിൽ പെട്ട നിലയിൽ നിൽക്കുന്നത് ഫയർഫോഴ്സ് സംഘം കണ്ടു. അവർ അവിടെ നിന്ന് എടുക്കാനുള്ള ദൗത്യം ആരംഭിച്ചു. വടം കെട്ടി വലിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇരുമ്പ് കമ്പികളിൽ നിന്ന് അരുണിന്റെ മൃതദേഹം വേർപെട്ട് നേരെ പുറത്തെ ഭാഗത്തേക്ക് എത്തുകയും അവിടെയുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് അരുണിന്റെ മൃതദേഹം എത്തുകയും ചെയ്തു. വളരെ വെല്ലുവിളികൾ നിറഞ്ഞൊരു ദൗത്യമാണ് ഫയർഫോഴ്സ് ഏറ്റെടുത്തത്. ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.